എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആയിരിക്കുന്ന സന്ദർഭത്തിൽ താൻ പറഞ്ഞ ഒരു സാക്ഷ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കത്തക്ക നിലയിൽ ഒരു അനുഗ്രഹമായി വാക്യമായി എടുക്കുവാൻ അത് ഇടയായി തീരട്ടെ. യേശു പറഞ്ഞത്, പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. നാം പലപ്പോഴും ദൈവത്തിൻ്റെ അതേ യേശുക്രിസ്തുവിൻ്റെ വാക്യമെടുത്ത് നാം പറയാറുണ്ട്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വാക്യം വാഗ്ദത്ത വചനമായി നാം എടുത്ത് പലപ്പോഴും പ്രാർത്ഥനയിലും സാക്ഷ്യത്തിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വിശ്വാസത്താൽ നല്ല കാര്യം, ഞാനതിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഇവിടെ യേശു പറഞ്ഞ ആ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിതാവിൻ്റെ സാന്നിധ്യം യേശു എല്ലായ്പ്പോഴും അനുഭവിച്ചറിയുന്നു. അതിനുള്ള കാരണം അവിടെ യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന് എല്ലായ്പ്പോഴും പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അപ്പോൾ ഏകനായി വിടാതെ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, നാം പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റ് 3 സുവിശേഷങ്ങളെക്കാൾ പ്രത്യേകതയുള്ള ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം, സിനോപ്റ്റിക് ഗോസ്പൽ. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളെ നാം അങ്ങനെ പഠിക്കുന്നുണ്ട്. അതിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും യേശുവിൻ്റെ പ്രവർത്തന രീതിയെയും കുറിച്ച് ആ ഭാഗത്ത് സിനോപ്റ്റിക് ഗോസ്പലിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശുവിനെ കുറിച്ച് അവൻ്റെ പ്രവൃത്തികൾ നമുക്കറിയുവാനായിട്ട് കഴിയും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം അതിൽ നിന്ന് വ്യത്യസ്തമാകുവാനുള്ള കാരണം യേശു ആരാണ് എന്ന് തെളിയിച്ച് അതിനെ ഉറപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. അത് യേശുവിനെ കുറിച്ച് പറയുന്ന സുവിശേഷം. മറ്റേത് യേശുവിൻ്റെ പ്രവൃത്തിയും യേശുവിൻ്റെ പഠിപ്പിക്കലുകളും പഠിപ്പിക്കുമ്പോൾ ഇവിടെ യേശു ദൈവപുത്രനാണ് എന്ന് പ്രത്യേകം എടുത്തു പഠിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതാണ് മറ്റു സുവിശേഷത്തിനെക്കാട്ടിൽ പ്രത്യേകതയുള്ളത്. ഇവിടെ യേശു പ്രത്യേകിച്ച് തൻ്റെ അത്ഭുതങ്ങൾ, 7 അത്ഭുതങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 7 പ്രാവശ്യം ഞാനാകുന്നു എന്നുള്ള പ്രത്യേകമായ ദൈവത്തെ മാത്രം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന യഹോവയായ ദൈവത്തിൻ്റെ അതേ കാര്യം ഇവിടെ യേശുവിലൂടെ 7 പ്രാവശ്യം ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇപ്രകാരമുള്ള 7 കാര്യങ്ങൾ, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന പഴയ നിയമത്തിലെ യഹോവയായ ദൈവം വെളിപ്പെടുത്തുന്ന അതേ അർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ഭാഗങ്ങൾ എടുത്തു പറയുന്നു. വേറൊരു ഭാഗത്ത് നമുക്കറിയാം, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ എന്ന് പറയുമ്പോൾ
അത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിടിക്കാൻ വന്ന ചേവകർ നിലത്ത് വീണുപോയത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന, ജഡം ധരിച്ചു വന്ന, ദൈവമായി നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തുവിനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇത് എഴുതിയത് മറ്റ് സിനോപ്റ്റിക് ഗോസ്പലൊക്കെ എഴുതിയത് ഏതാണ്ട് അത് 68 AD 68 മുൻപായിട്ട് അതൊക്കെ എഴുതി തീർത്തു എന്ന് വേദശാസ്ത്രിമാർ പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം AD 80 90 ഇടയ്ക്കാണ് എഴുതിയതെന്ന് വേദശാസ്ത്രിമാർ പറയുന്നു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന, സാധാരണമായ ഒരു മരണം പ്രാപിച്ച ഏക ശിഷ്യൻ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമായിരുന്നു. ഇത് എഴുതുവാനുണ്ടായ പ്രത്യേക കാരണം ഏതാണ്ട് AD 80 യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, യേശുവിന്റെ ക്രൂശുമരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, യേശുവിലുള്ള അത് രക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് ദുരുപദേശക്കാരായ അനേകർ ആ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ കടന്നു വരികയും അത് യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടതിന് യോഹന്നാൻ അപ്പോസ്തലൻ ഈ സുവിശേഷം എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. തുടക്കം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം സ്വർഗത്തിലെ ദൈവം നമ്മുടെ കയ്യിൽ തന്നതോർത്ത് നമുക്ക് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇന്നും അനേകർ ഈ വിഷയത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സുവിശേഷം മാത്രമല്ല, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങളും അവസാനമായിട്ട് എഴുതിയ വെളിപ്പാട് പുസ്തകം റെവലേഷൻസ്, അതും വായിച്ചു കഴിയുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള പരിപൂർണമായ ദൈവത്വത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നാം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, അതെ, ഞാൻ ഏകനല്ല, എന്നെ അയച്ചവൻ, എന്നെ വീണ്ടെടുത്തവൻ, എന്നെ നടത്തുവാൻ തക്കവണ്ണം സകലത്തിനും മതിയായ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട് എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിന്റെ മക്കളെ നമുക്ക് കാണുവാൻ കഴിയും, കായീനും ഹാബേലും. അവരുടെ യാഗത്തെ കുറിച്ച് പറയുമ്പോൾ നാം ഇങ്ങനെയാണ് അത് പഠിക്കുന്നത്: കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് ജീവനില്ലാത്ത ഫലവർഗങ്ങളെ കൊണ്ടുവന്നത് കൊണ്ടാണ് ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിക്കാഞ്ഞത് എന്ന് ഒരു വ്യാഖ്യാനം പലരും പ്രസംഗിക്കാറുണ്ട്. എന്നാൽ അത് തെറ്റാ. അവനൊരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നാൽ പോലും ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിക്കയില്ലായിരുന്നു. കാരണം ആദ്യം ദൈവം നമ്മിൽ പ്രസാദിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് അവൻ കൊണ്ടുവന്ന യാഗത്തിലും ദൈവം പ്രസാദിച്ചു. നാം ദൈവമക്കളാണ്, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ആരാധനയും നമ്മുടെ സ്തോത്രകാഴ്ചകളും നമ്മുടെ ദശാംശവും നമ്മുടെ പ്രാർത്ഥനകളും നാം ദൈവനാമത്തിൽ ചെയ്യുന്നതൊക്കെയും ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കണം. യേശു പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്നെ അയച്ചവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല.
അവന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എന്നോട് കൂടെയുണ്ട്. യേശു നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ട് പോയിരിക്കുകയാണ്. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ നമുക്ക് ഒരു മാതൃക കാണിച്ച് തന്നിരിക്കുകയാണ്. പൗലോസ് പറയുന്നത്, യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മിലുണ്ടായിരിക്കട്ടെ. വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചും തെളിവാക്കിയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തു നമുക്ക് അനുകരിപ്പാൻ വെച്ചിരിക്കുന്ന മാതൃക, ക്രിസ്തുവിലുള്ള ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ് നാം ഉള്ളവരായിരിക്കണം. അതിനുവേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന്, യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്ന് നമ്മുടെ മുൻപിൽ ജീവിച്ച് നമ്മെ കാണിച്ചു തന്ന മാതൃകകൾ, പഠിപ്പിച്ച കാര്യങ്ങൾ, ചെയ്തു കാണിച്ച കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി തീരട്ടെ. നമുക്കറിയാം, വേദവാക്യം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാനസാന്തരപ്പെടുന്ന വ്യക്തി, അവൻ പാപിയായാലും മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അപ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപിയുടെ മാനസാന്തരമാണ്. ദൂതന്മാരുടെ മധ്യത്തിൽ, ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സ്വർഗം സന്തോഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, 2-ാം അധ്യായം വായിക്കുന്നത് എങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതിന്റെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുക. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയിൽ വിളിച്ചു പറഞ്ഞ കാര്യമാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ഈ വേദപുസ്തകത്തിൽ, സുവിശേഷത്തിൽ മാത്രമല്ല, ലേഖനങ്ങളിലും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത് മാനസാന്തരപ്പെടുക. അത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപികളോട് എന്ന് പറയുവാൻ നമുക്ക് പറ്റുകയില്ല. കാരണം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ വിശുദ്ധിയിൽ ആരാധിച്ചു കൊണ്ടിരുന്ന സഭയോടാണ് ഇപ്പോൾ പറയുന്നത്, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പാപിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പലതിനും അടിമയായിരിക്കാം. നിങ്ങളിൽ ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണം. പാപത്തിന്റെ പരിഹാരത്തിനായി തന്റെ അവസാനത്തുള്ളി രക്തം വരെയും കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ നീക്കി, തന്റെ മരണം കൊണ്ട് നീക്കി, നമ്മെ ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിച്ച യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. എവിടെ നിന്ന്? പാപത്തിന്റെ ശമ്പളമായ മരണം, നിത്യ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. ആകയാൽ പാപത്തിൽ ജീവിക്കുന്നവനെ, ഇന്നും പലതിനും അടിമയായിരിക്കുന്നവരെ, നിങ്ങൾ ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ രക്ഷിക്കും. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. ദൈവം നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം തരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി
യേശു ക്രിസ്തുവിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ നടത്തും. അതൊരു പ്രത്യേക സന്തോഷമാണ്. വാസ്തവമായും രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ സന്തോഷം അനുഭവിപ്പാൻ പറ്റുകയുള്ളൂ. ദാവീദ് പഴയ നിയമ വിശുദ്ധനാണെങ്കിലും താൻ 51 സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പാപം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് രക്ഷയുടെ സന്തോഷമാണ്. അത് തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ദൈവം നമ്മിൽ പ്രസാദിക്കണം. എന്നെ അയച്ചവനോട് കൂടെയുണ്ട്. കാരണം ഞാൻ അവന് എല്ലായ്പ്പോഴും, വല്ലപ്പോഴുമല്ല എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് അത്. കേൾക്കുമ്പോൾ നമ്മൾ എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. ഒരു മടങ്ങി വരവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ്, ദൈവമേ നിനക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ, കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയം തന്ന ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി അവന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്ന ഒരു മനസ്സും ഹൃദയവും തന്ന് നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കണം. അതെ, നീണ്ട പ്രാർത്ഥനയൊന്നും വേണ്ട. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എനിക്കൊരു മടങ്ങി വരവ് ഞാൻ ആഗ്രഹിക്കുന്നു. പണ്ടത്തെ പോലെ ആ ദൈവിക സന്തോഷത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതായിരിക്കും. വീണ്ടും നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ 7 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാതെ പോയ 3 കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ എഴുതുന്നത്. ഒന്ന്, 100 ആടുണ്ടായിരുന്ന ഒരു മനുഷ്യന് അതിൽ ഒരെണ്ണത്തെ കാണാതെ പോയി. അതിനെ തിരക്കി ചെന്ന് അതിനെ കണ്ടുകിട്ടി അതിൽ സന്തോഷിക്കുന്ന ഒരു ഇടയനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. തൻ്റെ സ്വന്തം ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കാണാതെ പോയ ഒരു ആടിനെ കുറിച്ച് അവിടെ വായിക്കുന്നത്. അപ്പോൾ 99 മാറ്റി നിർത്തിയിട്ട് കാണാതെ പോയി ഒന്നിനെ തിരഞ്ഞുപോയി കണ്ടുകിട്ടിയപ്പോൾ സന്തോഷിക്കുന്ന സ്വർഗീയ പിതാവിന്റെ സന്തോഷത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ അർത്ഥം നമുക്ക് മനസ്സിലാകും. അങ്ങനെ തന്നെ, നിങ്ങൾ വേദപുസ്തകമുള്ളവരൊന്ന് തുറന്നു നോക്കി വായിക്കണമേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ദൈവത്തിന് പ്രസാദം വരുന്ന കാര്യം. ഒരു സമയത്ത് നാം ആട്ടിൻകൂട്ടത്തിലെ ഒരു എണ്ണമായിരുന്നുവെങ്കിലും ഇന്ന് ദൈവവൈതലെ നിങ്ങളോടാ സംസാരിക്കുന്നത്. ഈ 99 നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിന്നെ തിരഞ്ഞ യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്നിരിക്കുകയാ. തിബരിയാസ് കടൽക്കരയിൽ ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിനെയും കൂട്ടരെയും തിരക്കിച്ചെന്നതുപോലെ ഇന്ന് ദൈവവൈതലേ, നിന്റെ മുൻപിലേക്ക് യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്ന് പറയുകയാണ്, മടങ്ങി വരിക, കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക, ആരാധനയിലേക്ക് മടങ്ങി വരിക. നിന്റെ ഹൃദയ കാഠിന്യം അതേ മാറ്റിക്കളക. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ദൈവസന്നിധിയിലേക്കൊന്ന് താഴ്ത്തി സമർപ്പിക്ക.
നിന്റെ മാനസാന്തരം സ്വർഗത്തിൽ അധികം സന്തോഷമുളവാക്കുന്നതാണ്. ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാമോ? ആ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ തരും. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അധികം സന്തോഷം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ ഉണ്ടാകും. ഇന്ന് ചിലരൊക്കെ ദൈവം സംസാരിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിന് സമർപ്പിക്കും. നിങ്ങളെ ചൊല്ലി ദൈവം സന്തോഷിക്കുന്നു. സഹോദരി, നിങ്ങളെ ചൊല്ലി ദൈവം സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര, നിങ്ങളെ ചൊല്ലി ദൈവം സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവദാസനെ, നിങ്ങളെ ചൊല്ലി ദൈവം സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. അടുത്ത രണ്ടാമത്തെ കാര്യം, 10 ദ്രഹ്മ ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു. എന്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ 1 കാണാതെ പോയി. അത് കണ്ടുകിട്ടുന്നിടം വരെ അവൾ മുറിയൊക്കെ വൃത്തിയാക്കി. അത് കണ്ടുകിട്ടിയപ്പോൾ താൻ എന്താ സംഭവിച്ചത്? തൻ്റെ അയൽക്കാരെത്തികളെ എല്ലാം വിളിച്ചു വരുത്തി. അവർ ഒരുമിച്ച് അതിനെക്കുറിച്ച് സന്തോഷിച്ചു. അവിടെയും 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ കാര്യമാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ യേശുവിന്റെ സാന്നിധ്യം കടന്നു വന്നിരിക്കുന്നു. മൂന്നാമത്തതാണ്, നമുക്കെല്ലാവർക്കും അറിയാം, മുടിയനായ പുത്രൻ അപ്പന്റെ ഭവനം വിട്ട് തനിക്കുള്ളതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് കടന്നുപോയി. എല്ലാം നഷ്ടപ്പെട്ടു, നാനാവിധമാക്കി കളഞ്ഞു. എന്നാൽ സുബോധം വന്നപ്പോൾ താനെടുത്ത ഒരു തീരുമാനം അതിങ്ങനെയാണ്: ഞാൻ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. ഈ വചനം കേൾക്കുമ്പോൾ ചിലർക്ക് സുബോധം ഉണ്ടാകണം. അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ള തീരുമാനം ഉണ്ടാകണം. ഈ 3 കൂട്ടരും 99 ആടും 1 ആടും 100 ആട് 10 ദ്രഹ്മ ഒരു പുത്രൻ, ഇവര് 3 പേരും നഷ്ടപ്പെട്ടു പോയത് ഭവനത്തിൽ നിന്നാണ്. 100 ആട്ടിൽ നിന്നാണ് 1 ആട് പോയത്. 10 ദ്രഹ്മയിൽ നിന്നാണ് 1 ദ്രഹ്മ പോയത്. ഭവനത്തിലുണ്ടായ 2 പുത്രന്മാരിൽ 1 പുത്രനാണ് പോയത്. നഷ്ടപ്പെട്ടതിനെ തിരികെ ലഭിക്കേണ്ടതിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഇന്ന് വ്യക്തമായി ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നു. മടങ്ങി വരിക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മടങ്ങി വരിക. മൂന്നാമത്തെ ഭാഗത്തിൽ മുടിയൻ പുത്രനെ കുറിച്ച് പിതാവ് തന്റെ സഹോദരനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിച്ചു. കാണാതെ പോയിരുന്നു, ഇപ്പോഴോ കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ച അവസ്ഥയിലിരിക്കുന്ന സഹോദര, ഒരു കാലത്ത് ഭവനത്തിലെ അംഗമായിരുന്നു, എന്നാൽ ഇപ്പോൾ ദൂരെ എവിടെയോ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന സഹോദരി, സഹോദര, നീ മരിച്ചവനായിട്ടല്ല ജീവനുള്ളവനായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നീ കാണാതെ പോയവനായില്ല, കണ്ടുകിട്ടിയവനായി ദൈവം ആഗ്രഹിക്കുന്നു. ആകയാൽ സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇന്ന് കർത്താവ് സന്തോഷിക്കുന്ന ദിവസമായി മാറട്ടെ. എന്നെ ചൊല്ലി സന്തോഷിക്കുന്ന ദിവസമായി മാറട്ടെ. എൻ്റെ മടങ്ങിവരവിൽ സന്തോഷിക്കുന്ന പിതാവ് സ്വർഗം എൻ്റെ മടങ്ങിവരവിൽ സന്തോഷിക്കട്ടെ. എൻ്റെ മാനസാന്തരത്തിൽ സന്തോഷിക്കട്ടെ. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നു. വരിക, വരിക. ദൈവം സന്തോഷിപ്പാൻ
നിങ്ങളെ ചൊല്ലി സന്തോഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്ത സന്തോഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ വളരെ ഫലം കായ്ക്കുക. കൊമ്പിന് മുന്തിരിവള്ളിയാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് ബഡ് ചെയ്തിരിക്കുന്ന കൊമ്പുകളായ നാം ഫലം കായ്ക്കുമ്പോൾ പിതാവ് സന്തോഷിക്കുന്നു. മനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടുമ്പോഴും ദൈവം സന്തോഷിക്കുന്നു. യേശുക്രിസ്തു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവിടെ കേട്ട ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച പ്രിയപ്പെട്ടവർ, പല ക്രിസ്തീയ വിഭാഗങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി, സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. ചിലർ പറയുന്നു, ചെറുപ്രായത്തിൽ സ്നാനപ്പെട്ടതാണല്ലോ, ഇനി സ്നാനപ്പെടേണ്ട കാര്യമില്ല, രക്ഷിക്കപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന ഉപദേശങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം എന്താ പറയുന്നത്? ദൈവവചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഇപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം സന്തോഷിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ പിതാവ് അധികാരം കൊടുത്തു. മക്കളായി. സ്നാനപ്പെട്ടപ്പോൾ വിളിച്ച വിളി മക്കളെന്നല്ല, പിന്നെന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഓ ഹല്ലേലൂയ! ഇന്ന് രക്ഷയുടെ അനുഭവത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാതെ അത് മതി എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, നീ മകനായിട്ടല്ല, മകളായിട്ടല്ല, പ്രിയ മകനായി, പ്രിയ മകളായി ഇന്ന് അതെ ആയിത്തീരണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനത്തിലെ 5-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ, 5-ാമത്തെ അധ്യായം എടുത്തു, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ ക്രിസ്തുവിനെ അനുകരിപ്പീൻ. അപ്പോൾ നാം പ്രിയമക്കളാകണം, ക്രിസ്തുവിനോടുകൂടെ ചേരണം. മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിനോട് ചേരുന്ന പ്രക്രിയയാണ് വിശ്വാസ സ്നാനം. റോമാലേഖനം 6-ാം അധ്യായം നാം എടുത്തു പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ എങ്ങനെയാ ചേരുന്നത്? രക്ഷിക്കപ്പെട്ടു, യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചു, മനസാന്തരത്തിന്റെ അനുഭവം ജീവിതത്തിൽ വന്നു, സ്വർഗം സന്തോഷിച്ചു. എന്നാൽ ക്രിസ്തുവുമായിട്ട് ചേരുവാനുള്ള ഏക കാര്യം സ്നാനത്തിലൂടെ മാത്രമേ, അതും വിശ്വാസ സ്നാനത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. വിശ്വാസത്താൽ. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ വാക്യം എടുക്കുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു. വിശ്വാസം കൂടാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പാപമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഉടമ്പടിയാണ്. ഇന്നു മുതൽ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ അവനുമായി ചേരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് സ്നാനം, വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. അതിൽ ദൈവം പ്രസാദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗലീലയിൽ നിന്ന് യോർദാൻ വരെ നടന്നു വന്നതുപോലെ എടുത്തുകൊണ്ടല്ല വന്നത്, തോളിലിട്ടുകൊണ്ടല്ല വന്നത്, നടന്നു വന്നു. ഏതാണ്ട് 40 മൈല് യേശു ഗലീലയിൽ നിന്ന് യോർദാൻ വരെ നടന്നു വന്നു.
എന്തിനു വേണ്ടി? യോഹന്നാൻ പറഞ്ഞു, ഇല്ലില്ല, നിന്നാൽ ഞാനാണ് സ്നാനമേൽക്കേണ്ടത്. യേശു പറഞ്ഞു, ഇല്ല, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകട്ടെ. അപ്പോൾ ദൈവനീതിയുടെ തുടക്കം ദൈവം പറഞ്ഞത് അനുസരിക്കുന്നു. മറ്റേത് വിശ്വാസമായിരുന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചു, രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായി കൊണ്ട് ഏറ്റു പറഞ്ഞു. ഇപ്പോൾ ഇതാ പ്രവൃത്തിയിലൂടെ അത് കാണിക്കുകയാണ്. അതാ യേശു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നു നമുക്ക് ഉചിതമല്ലോ. അവിടെ വീണ്ടും വായിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ അങ്ങനെ സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിലെ അരികിലേക്ക് കടന്നു വന്നു. സ്വർഗം തുറന്നു. സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്നു. അപ്പൊ സ്നാനത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ഇതുവരെ അടഞ്ഞു കിടന്ന സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഇന്ന് ഈ വചനം കേട്ട ദൈവപൈതല് കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരായിരിക്കണം, അനുസരിക്കുന്നവരായിരിക്കണം. കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന തിരുവചനത്തിൽ പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് വായിക്കുന്നു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അത് അനുസരിക്കണം. അനുസരിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ആ ശൗലിനോട് ശമൂവേൽ പ്രവാചകനിലൂടെ യഹോവയുടെ ആത്മാവ് അരുളി ചെയ്തു, മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും, അത് ആ കാലഘട്ടങ്ങളിൽ യാഗം കഴിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠമായ മൃഗങ്ങളാണ് മുട്ടാടുകൾ. അതിൻ്റെ യാഗത്തെക്കാട്ടിലും എനിക്ക് പ്രസാദം അനുസരിക്കുന്നതാണ്. ഇന്ന് എത്ര കൈയടിച്ച് പാടിയെന്ന് പറഞ്ഞാലും, എത്ര ഉച്ചത്തിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ദാനം ചെയ്തെന്ന് പറഞ്ഞാലും, അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. കായീന്റെ യാഗം പോലെ ആയി പോകല്ലേ. കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. കാരണം അവന്റെ പ്രവൃത്തി ദോഷമുള്ളതായിരുന്നു, അനുസരണം അവനില്ലായിരുന്നു, ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത്. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവവേദലേ, നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കല്ലേ. മെരീബയിലെ പോലെ, മാസാ നാളിനെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ ശപഥം ചെയ്തു. യഹോവയായ ദൈവം പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ദോഷമായി വരാതിരിക്കേണ്ടതിന് ഇന്ന് ദൈവവചനത്തിന് മുൻപിൽ സമർപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലനും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. അമർച്ചയായി കൽപ്പിച്ചു, ഇനി മേലാൽ നസ്രായനെ കുറിച്ച് ഒന്നും പ്രസംഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവര് തിരിച്ചു കൊടുത്ത മറുപടിയാണ്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ? ഓ, അതിൽ ദൈവം പ്രസാദിക്കുകയാ. ഞാൻ എല്ലായ്പ്പോഴും അവന് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. നമുക്ക് അത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം, അതെ, എനിക്ക് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കേൾക്കുക മാത്രമല്ല, അനുസരിച്ച് ഞാൻ ആ പ്രകാരം ജീവിക്കുവാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. അടുത്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വിശ്വാസം, ദൈവപൈതലിനെ സംബന്ധിച്ചോളം വിശ്വാസം അവന്റെ അടിസ്ഥാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നാം കടന്നു ചെല്ലുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ഒരു മനുഷ്യനെ കാണാം. ആ മനുഷ്യനെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും അതിന്റെ 5-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്, ഹാനോക്ക്.
ദൈവത്തോട് കൂടെ നടന്നു. 65 വയസ്സിൽ തുടങ്ങിയ നടപ്പ. ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഏതാണ്ട് 300 വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്നിട്ട് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിചാരം, ചിലർ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും, യവന് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്ന് ദൈവത്വമായിട്ട് നടന്ന് അങ്ങ് സ്വർഗത്തിലോട്ട് പോയി. അയ്യോ, അങ്ങനെയല്ല. ഭാര്യയോടും മക്കളോടും കൂടെ താമസിച്ച് ഈ നടക്കുമ്പോഴും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കുന്നതിന് ഫാമിലി ലൈഫ് ഒരു തടസ്സമല്ല, മക്കളൊരു തടസ്സമല്ല. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നു, ദൈവത്തിന്റെ വചനപ്രകാരം നടന്നു, ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിച്ചു. നാമും കുടുംബസ്ഥരാണോ? അല്ലെങ്കിൽ കുടുംബസ്ഥരാകേണ്ടവരാണോ? മക്കളെ ജനിപ്പിക്കുന്നു, അതും ദൈവത്തിന് വിരോധമുള്ള കാര്യമല്ല. എന്നാൽ ദൈവാലോചന പ്രകാരം, ദൈവവചനപ്രകാരം, ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ഹാനോക്കിന് കഴിഞ്ഞുവെങ്കിൽ, ചെറിയ കാലഘട്ടമല്ലത്. 65 വയസ്സിൽ തുടങ്ങിയ ആ നടപ്പ് ഏതാണ്ട് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. എബ്രായ ലേഖനത്തിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം സാക്ഷ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അത് കഴിഞ്ഞ് വായിക്കുന്നു, അവൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. അപ്പൊ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിലാണ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടാണ് ദൈവം പ്രസാദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മോശ വിശ്വാസത്താൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ച് മിസ്രൈമിലെ ധനത്തെക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ നിന്ന വിശ്വാസത്താൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിലെ തെരഞ്ഞെടുപ്പിനുള്ള സമയം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവ വചനം അനുസരിപ്പാൻ. അതിനാരൊക്കെ മുന്നിൽ തടസ്സമായി നിന്നാലും എന്നെ അതിൽ നിന്ന് വേർപിരിക്കുവാൻ പൗലോസ് പറയുന്നു, എന്നെ അതിൽ നിന്ന് വേർപിരിക്കുന്നത് ആർ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. കഷ്ടതയോ നഗ്നതയോ വാളോ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ദൂതന്മാർക്കോ ഒന്നിനും കഴിയുകയില്ല. ദൈവവചനം അനുസരിപ്പാൻ ഇനിയും മടിച്ചു നിൽക്കുന്ന ദൈവവൈതലേ, സ്നാനപ്പെടുവാൻ മടിച്ചു നിൽക്കുന്ന ദൈവവൈതലേ, ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. വിശ്വാസത്താൽ ഇറങ്ങി വരിക. ദൈവം നിങ്ങളിൽ പ്രസാദിക്കട്ടെ. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആ സ്നാനത്തിൽ പങ്കെടുത്ത് ഫലം, വെറും ഫലമല്ല, അധികം ഫലം കായ്ക്കുന്നവരായിരിക്കണം. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമാണ്. അതേ 15-ാം അധ്യായത്തിൽ വീണ്ടും കടന്നു വരുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് പറയുന്നത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? പോയി ഫലം കായ്ക്കേണ്ടതിന്, നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഫലം കായ്ക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണമെന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവവചനം അനുസരിക്കുന്നവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുക. എന്റെ മുൻപിൽ സമയമില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപൈതലേ, നീ വെറുതെ ഇറങ്ങിയതല്ല, ദൈവം നിന്നെ അയച്ചിരിക്കുകയാ. അപ്പോൾ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. എന്തുകൊണ്ട്? ഞാൻ അവന്
ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട്, വല്ലപ്പോഴുമല്ല എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ എന്നോട് കൂടെയുണ്ട്. എന്നെ അയച്ചത് എൻ്റെ കർത്താവാണെങ്കിൽ, എന്നെ വീണ്ടെടുത്തതിൻ്റെ കർത്താവാണെങ്കിൽ, എന്നെ ആക്കിയിരിക്കുന്ന ഈ സ്ഥലത്തെന്നെ ആക്കിയത് കർത്താവാണെങ്കിൽ, ഞാൻ അവന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏകനല്ല, അവൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. അടുത്ത ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അടുത്ത കാര്യം ധർമ്മശേഖരമാണ്. 2 കൊരിന്ത്യർ 9:12 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് മാത്രമല്ലാതെ ദൈവത്തിന് അധികം സ്തോത്രം വരുവാൻ കാരണമാകും. ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല, ദൈവത്തിന് അധികം പ്രസാദം, സ്തോത്രം വരുവാൻ കാരണമായി തീരും. ദൈവസന്നിധിയിലേക്ക് ഇന്ന് നമുക്ക് ഒന്ന് ശോധന ചെയ്യാം.